ഹലോ ഫ്രണ്ട്സ്, അത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. ഒരു IIT IIM ഗ്രാജുവേറ്റ്, അതും മക്കിൻസി എന്ന് പറയുന്ന വൺ ഓഫ് ദി വേൾഡ്സ് ബെസ്റ്റ് കൺസൾട്ടിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി റീസെൻ്റ്ലി സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. അതായത് ഒരു 2 വീക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വന്ന സമയത്ത് തന്നെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് ഫ്രട്ടേണിറ്റിയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ IIT IIM ഒരു ഫ്രട്ടേണിറ്റിയിലുള്ള എല്ലാവരും, അതും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഈ ഒരു ന്യൂസ് കേട്ട എല്ലാവരും തന്നെ വളരെയധികം ഒരു വിഷമിച്ചിരുന്നു. പിന്നെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്. കാരണം എന്തുകൊണ്ട് ഇത്രയും അച്ചീവർ ആയിട്ടുള്ള ഒരാൾ, ഒരു IIT IIM എന്നൊക്കെ പറയുന്നത്, അത് മക്കിൻസി എന്ന് പറയുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു, അതായത് വലിയ ടോപ്പ് ബിസിനസ്സുകാർക്കൊക്കെ വേറെ അംബിഷൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊണ്ട് എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്താൻ പറ്റുന്ന ഒരു ഡ്രീം ലൈഫ് ലിവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സൂയിസൈഡ് ചെയ്തത്. സോ ഇത് കഴിഞ്ഞ പാടെ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ്, അതും MBAക്ക് പ്രിപ്പയർ ചെയ്യുന്ന, കാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് മാത്രമല്ല ഈവൻ ഇമെയിൽ വരെ അയച്ചു, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പ്ലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്. ഇതിലൊന്നും ഒരു ശരി ഉത്തരം അല്ലെങ്കിൽ ശരിയായ അഭിപ്രായം എന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ കുറേ പേരെങ്കിലും ഈ ഒരു ന്യൂസ് കേട്ടിട്ട് ഇനിയിപ്പോൾ ഈ MBA വേണോ, ഇത്ര അധികം ബുദ്ധിമുട്ടാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വർക്ക് പ്രഷറിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്യാമ്പസിൽ എന്താണ് ഈ IITയിലും IIMലും ഒക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പറയുന്ന ഒരു IITയിലോട്ടൊക്കെ കയറാൻ അല്ലെങ്കിൽ IIMൽ കയറാൻ വരുന്ന ഒരു കോമ്പറ്റീഷൻ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാം. ഇന്ത്യയിൽ ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള 2-3 എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ നമ്മുടെ JEE ഒക്കെ ഉണ്ടാവും. കാരണം അത്രയധികം ആൾക്കാർ അതിൽ എഴുതുന്നുണ്ട്, അതിൻ്റെ സക്സസ് റേഷ്യോ അത്രയും കുറവാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ ഒരു IIT എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോടുള്ളൊരു ഭ്രമം ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 5 ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ JEE ഫൗണ്ടേഷൻ കോച്ചിങ്ങിനൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് വൺസ് ദ റീച്ച് ആൻഡ് IIT, ഒരുപാട് ആൾക്കാർ IITയിൽ വളരെയധികം ഉഴപ്പി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം അവരുടെ ഒരു ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു IITയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ റിലാക്സ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ദേ ഗോട്ട് ഇൻ ടു IIT, അവർ എത്ര ഉഴപ്പി നടന്നാലും അവർക്കൊരു ശരാശരി ജോലി കിട്ടും. ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IITയിൽ എത്തിക്കഴിഞ്ഞാലും ഇനിയും എനിക്ക് ഇവിടുത്തെ ഒരു ടോപ്പ് 5% ആവണം, ഇവിടുത്തെ ഡയറക്ടേഴ്സ് ഗോൾഡ് മെഡൽസ്. അതായത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പറ്റീഷൻ നമുക്ക് വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം IITയിൽ എത്തിക്കഴിഞ്ഞാൽ IIT ബ്രാൻഡ് തന്നെ ഓക്കെ, എനിക്കിത് മതി, എൻ്റെ ഒരു ജീവിതാഭിലാഷമായി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിന് എനിക്ക് സ്വന്തമായിട്ട് അറിയാം. പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെയും അവിടെ നിന്ന് അങ്ങനെ ഒരു രീതിയിൽ ഡയറക്ടേഴ്സ് ഗോൾഡ് മെഡൽ വേണം, അല്ലെങ്കിൽ ടോപ്പ് 10% കയറണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്ക് ഹോൾഡർ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ടോപ്പ് പ്ലേസ്മെന്റ് കിട്ടണം എന്ന് വിചാരിച്ച് പിന്നെയും അവിടെ നിന്നും ഈ വേറെ നമ്മളുടെ ഈ പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സെലിബ്രേഷൻസിലും ഇവന്റ്സിലും ഒന്നും പങ്കെടുക്കാതെ സ്റ്റുഡിയോസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെ അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ IIM എന്ന് പറയുന്ന ഒരു സംഭവം. IIMനെ കുറിച്ച് പറയുമ്പോൾ ഇതേ കാര്യമാണ്. ഇപ്പം എൻ്റെ തന്നെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് IIMൽ കയറുക എന്നുള്ളതായിരുന്നു. കാരണം I very well understand that once you get into an IIM or a top B school in this country, you are already in the cream. അതായത് നിങ്ങൾക്ക് സോഷ്യലിയും നിങ്ങൾക്ക് കോർപ്പറേറ്റിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ലെവറേജ് എടുക്കാൻ പറ്റും. ഞാനൊരു IIM ഗ്രാജുവേറ്റ് ആണ്, IIM ഇൻഡോർ ഗ്രാജുവേറ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സെൻസ് ഓഫ് ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു IIMൽ ക്രാക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട്സിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതേപോലെ തന്നെ IIT കഴിഞ്ഞ IIMലൊക്കെ വന്നത്. സോ ദേ വേർ ഐയിങ് ഫോർ ഈ ഡയറക്ടേഴ്സ് ഗോൾഡ് മെഡൽ ഇത്. പക്ഷെ അതെപ്പോഴും ഒരു ടോപ്പ് 5%, ഒരു 5% മാത്രമേ ഉണ്ടാവുള്ളൂ. മെജോറിറ്റി ഓഫ് ദി ബാച്ച് എന്ന് പറയുന്നത് വൺസ് ദേ ഗെറ്റ് ഇൻ ടു എ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ, യു ക്യാൻ ഓൾവേസ് സീ ദം പാർട്ടിങ്, ഡൂയിങ് ഓൾ ദി അക്കാഡമിക് സ്റ്റഫ്സ് ആസ് വെൽ. സോ അക്കാഡമിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവരൊരു പ്രത്യേക ജൻസ് ആയിരിക്കും. അതായത് അവർ
പഠിക്കുന്നുണ്ടാവും, അവർ സ്പോർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെയൊക്കെ കൂടെ അവർ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം കട്ട് ഓഫ് ചെയ്ത് പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ അവിടെ IIMസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫോർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു അംബിഷൻ ഇപ്പം ഈ BCG, ബെയിൻ, മക്കിൻസി ഈ 3 ടോപ്പ് കൺസൾട്ടിങ് കമ്പനീസിൽ ശരിക്കും വർക്ക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി 16 hours 17 hours ഒക്കെ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് റിയാലിറ്റി. പക്ഷെ ഇത് വെച്ചിട്ട് MBA കഴിഞ്ഞാൽ എല്ലാവരും ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ദി ഫ്രണ്ട്സും ഡെയിലി ഒരു 10 to ഒരു 7 hours ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആവറേജ് ഒരു 10 hours വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മാക്സിമം ഒരു 12 hours ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അല്ലാതെ 17-18 hours ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 16 hours ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും 2 പ്രൊഫൈലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് കൺസൾട്ടിങ്ങിൽ തന്നെ ടോപ്പ് കൺസൾട്ടിങ് ഫേംസ്, അതായത് BCG, ബെയിൻ, മക്കിൻസി പോലുള്ളത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആണ്. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവനും പറയുന്നുണ്ട് 16-17 hours ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ ഹാവിങ് എ ഡിഫറെന്റ് ടേക്ക് ഓൺ ലൈഫ്. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് നമ്മളുടെ 20s നമ്മൾ ഹസ്ൽ ചെയ്യുക, പിന്നെ ദേ ഓൾസോ ഗെറ്റ് ക്രേസി മണി ലൈക്ക് ഇൻ ദ ഫോം ഓഫ് ഇൻസെന്റീവ് ഒക്കെ അവർ അതിനെ ചേസ് ചെയ്യുന്നു, വിച്ച് ഈസ് ഓക്കെ തിങ് ടു ഡു. ആൻഡ് അവർ ബിലീവ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഒരു 10-35 വയസ്സ് വരെയൊക്കെ ഹസ്ൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ എയ്തർ റിട്ടയർ ആൻഡ് ലിവ് ഇൻ ഈസി ലൈഫ്, ഓർ മേ ബി വളരെ കുറെ പൈസ ഏൺ ചെയ്തിട്ട് ദേ ക്യാൻ ഗോ ഫോർ എ വെരി റിലാക്സ് ജോബ് വിച്ച് വിൽ ഹാർഡ്ലി ടേക്ക് ലൈക്ക് 8 hours 9 hours 10 hours പെർ ഡേ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ഒരു 10-15 വർഷം ഇതേപോലെ ഹസ്ൽ ചെയ്തതിനു ശേഷം കംപ്ലീറ്റ്ലി റിട്ടയർ ചെയ്ത് സോഷ്യൽ സെക്ടറിൽ പോയി നോൺ പ്രോഫിറ്റ്സ് നടത്തുന്ന ആൾക്കാരെയും എനിക്കറിയാം. സോ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു ആ ഒരാള് അതിനെക്കുറിച്ച് കീറി മുറിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. എനിവേ വർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. IIT IIM ആണ്, പക്ഷെ മക്കിൻസിയിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഉണ്ടായിരുന്നു, ഇത്ര ലോങ് അവേഴ്സ് ഉണ്ടായിരുന്നു. സോ മേ ബി ഹി ഫെൽറ്റ് ദാറ്റ് ഓക്കെ എനിക്ക് ഈ ലൈഫ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അൾട്ടിമേറ്റ്ലി ഐ എം ജസ്റ്റ് മേക്കിംഗ് മണി ഫോർ ദ കോർപ്പറേറ്റ്, ഞാൻ കുറെ പൈസ ഏൺ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോഴും he had an option that he could easily have resigned the job, and with the IIT IIM brand he could have easily got a little bit relaxed job. പക്ഷേ the thing is like നിങ്ങളുടെ ഒരു ചെറുപ്പം തൊട്ട് നിങ്ങളുടെ ഒരു വിന്നർ മെന്റാലിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെവൽ ഡൗൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പല ആൾക്കാർക്കും. ഇപ്പോൾ 50 lakhs പാക്കേജ് കിട്ടിയ ഒരാൾക്ക് 30 lakhs പാക്കേജിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 30 lakhs പാക്കേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നല്ലൊരു ലക്ഷറി ലൈഫ് ജീവിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് 50-ന് താഴോട്ട് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ ഡിസപ്പോയിന്റഡ്. സോ ഇങ്ങനെയുള്ളൊരു വിഷ സർക്കിളിൽ വീഴുന്നുണ്ടാവും. ഞാൻ എൻ്റെ തന്നെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെജോറിറ്റി ഫ്രണ്ട്സും അറ്റ്ലീസ്റ്റ് ഞാൻ കമ്പനി അതായത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് റിലാക്സ് ചെയ്യണം, ചില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. IIMസിലെ മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ്. അപ്പം ആ ഒരു കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന പ്ലേസ്മെന്റ്സിലൊക്കെ പാക്കേജ് എല്ലാവർക്കും തന്നെ ഒരു മാസം 1.5 ലക്ഷം രൂപയുടെ മുകളിൽ കയ്യിൽ കിട്ടുന്നുണ്ട്. അവരെല്ലാവരും അതിൽ ഹാപ്പിയാണ്. അതായത് ഒരു 25-30 lakhs ഒക്കെ പാക്കേജ് ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കണ്ടന്റ് ആവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ IIM കയറുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് എൻ്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ എങ്ങനെ കളിച്ച് നടന്നാലും ബിക്കോസ് യു ഹാവ് ദാറ്റ് ബ്രാൻഡ് യു ക്യാൻ ആക്ച്വലി ലാൻഡ് ഇൻ എ ഡീസെന്റ് ജോബ് പ്രൊവൈഡഡ് നിങ്ങൾ പാസ് ആവണം, നിങ്ങൾ ബേസിക് ആയിട്ട് ക്ലാസ്സിലൊക്കെ പോകണം. പക്ഷെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള പ്രഷർ എടുക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ബിക്കോസ് MBA റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. നിങ്ങൾ അബ്സല്യൂട്ട് 99% അല്ലെങ്കിൽ 100% മാർക്ക് എല്ലാത്തിനും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബാക്കിയുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ മോശമല്ലാതെ പെർഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരി ഈസിലി യു ക്യാൻ ഗെറ്റ് ത്രൂ. ആൻഡ് ഡോണ്ട് മേക്ക് എ കൺക്ലൂഷൻ ദാറ്റ് ഓക്കെ IIM നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെല്ലാവരും കയറുന്നത് ഈ BCG, ബെയിൻ, മക്കിൻസി പോലുള്ള കമ്പനീസിലോട്ട് മാത്രമാണ്. അവരെല്ലാവരും 16 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്, അവരെല്ലാവരും ലൈഫിൽ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആണ്. നോ, ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. അതായത് ഇപ്പോൾ ഏത് പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം, നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ വെറുതെ കുറെ ഹസ്ൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സാധാരണ ഇപ്പോൾ IT ജോബിലാണെങ്കിലും വെറുതെ അനാവശ്യമായിട്ട് പ്രഷർ തലയിലെടുത്ത് വെച്ച് കുറെ പണികൾ പോയി ചോദിച്ചു വാങ്ങി രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതെല്ലായിടത്തും ഉണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് ആരും ഒരു ജോലി അടിച്ചേൽപ്പിക്കുകയില്ല. അതായത് നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. നിങ്ങളൊരു B-സ്കൂളിൽ കയറിയാൽ അതിൽ I was someone who didn't register for any of the finance profiles. അതായത് നിങ്ങൾക്ക് കമ്പനീസ് ലിസ്റ്റ് ചെയ്യും, നിങ്ങളൊരു കമ്പനിക്ക് അപ്ലൈ ചെയ്യാതെ. ഉദാഹരണത്തിന് പറഞ്ഞാൽ Diageo എന്ന് പറയുന്ന ഒരു കമ്പനി പ്ലേസ്മെന്റിന് വരുന്നു,
നിങ്ങൾക്ക് മദ്യ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഈവൻ ഇഫ് ദേ ഗിവ് യു എ ലോട്ട് ഓഫ് പ്ലേസ്മെന്റ്, you can opt out of that company. There are a lot of people who did that. I know of a friend who, due to religious reasons, was not interested in working with banks and alcohol companies and betting companies. ഇതിൽ മൂന്നിലും അപ്ലൈ ചെയ്യാത്ത ആളുണ്ട്. അപ്പം ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് ഇപ്പം ഇഫ് യു ആർ റെഡി ടു സേ ഒരു 2-3 lakhs പേ കട്ട് ഒരു ഇയറിലാണ് ഞാൻ പറയുന്നത്, അതൊന്നും വലിയൊരു വ്യത്യാസമാവില്ല. യു ക്യാൻ ഈസിലി ടേക്ക് അപ്പ് എ വെരി റിലാക്സ്ഡ് ജോബ്സ് ആൻഡ് യു ക്യാൻ ആസ്ക് എ ലോട്ട് ഓഫ് സീനിയേഴ്സ്. നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് 100-150 കമ്പനി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവില്ല ഏത് കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് കുറച്ച് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം. ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ഉണ്ട്, അവരോട് ചോദിക്കാം നിങ്ങളുടെ വർക്ക് ലൈഫ് എങ്ങനെയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാനും ശനി ഞായറും ഒക്കെ ഒരു ഒഴിവെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറ്റുമെന്ന് തോന്നുന്ന കമ്പനികളിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ എനിക്ക് ഫൈനലി ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ന്യൂസ് കണ്ടിട്ട് എല്ലാ IIT IIM ഗ്രാജുവേറ്റ്സും ഇതുപോലത്തെ ഒരു പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ടെന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കരുത്. ഡെഫിനറ്റ്ലി നോട്ട്. അവരെല്ലാവരും അങ്ങനെ അല്ല. ഒരു 95% ആൾക്കാരും വളരെയധികം റിലാക്സ്ഡ് ആയിട്ടും ചില്ല് ചെയ്തുമാണ് ജീവിക്കുന്നത്. ബിക്കോസ് അവരുടെ ഒരു അംബീഷൻ തന്നെ ഒരു IIT IIM പ്രൊഫൈലൊക്കെ കയറിയിട്ട് ഒരു സമാധാനപരമായിട്ട് അത്യാവശ്യം നല്ല പൈസ നല്ല സമാധാനമൊക്കെ ആയിട്ട് ജീവിക്കാനാണ്. ആൻഡ് ദേ ആർ ഡൂയിങ് ദാറ്റ്. There is this 5% who are very ambitious and it is not bad as well. പക്ഷേ when they are ambitious, if there is a setback, they should also have the mental capacity to stay sane. അത് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലെ സാധാരണ കോളേജിലൊക്കെ ഒരാൾ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും മീഡിയ അത്ര അറ്റൻഷൻ കിട്ടില്ല. പക്ഷേ IITസിലും IIMസിലും ഒക്കെ ഉള്ള സൂയിസൈഡ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള McKinsey പോലുള്ള കമ്പനീസിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഇതിലൊന്നും കയറി പറ്റാതിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹേറ്റ്രെഡ് IIT IIM കമ്മ്യൂണിറ്റിയുടെ എഗൻസ്റ്റ് ആയിട്ട് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും അത് കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ഒരു അസൂയാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അത് ഞാൻ എന്നെ സംഭവമാക്കിയിട്ട് പറയാലോ, ബട്ട് ഐ ഹാവ് പേഴ്സണലി ഫെൽറ്റ് ദാറ്റ്. ലിങ്ക്ഡിനിലൊക്കെ ഒരു IIT ഗ്രാജുവേറ്റ് ഒക്കെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് മോശം കമന്റ് ഇടുന്നത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. സോ അതുപോലെ ഒരു നെഗറ്റീവ് ബയാസ് ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ എയിമിംഗ് ഫോർ എൻ IIT ഓർ എൻ IIM ഓർ എ ടോപ്പ് tier 1 ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ definitely you should go for that. It's a great platform to explore yourself personally, to evolve as a person, to network with a lot of diverse yet like-minded people and accelerate your career and make use of that opportunity. Don't get let down by ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട ഇൻസിഡൻസ്. Definitely these are some things which are happening. ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല, but it's a personal choice and it's also like ഈ പറയുന്ന കാര്യങ്ങൾ, I mean extreme steps എടുക്കുന്നതും it's also a personal choice. It all differs from person to person. So hope എൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. Anyway, I'll be soon coming up with more interesting videos. Thanks a lot for watching and don't get disappointed or don't feel dejected by listening to all these news. നിങ്ങൾക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. Thanks a lot for watching. Bye bye.